ശാന്തിദീപം സ്കൂൾ ഫോർ ഡിഫറൻഷ്യലി ഏബിൾഡ്. ഇത് ഒരു അമ്മയുടെ സ്വപ്നങ്ങൾക്ക് സമൂഹം കുടപിടിച്ചപ്പോൾ എന്ന് പറയാം കൂട്ടുനിന്നപ്പോൾ ആരംഭിക്കപ്പെട്ട വിദ്യാലയമാണ്. അമ്മയുടെ സ്വപ്നങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ എൻ്റെ മകൻ കാഴ്ചയും സംസാരവും നടക്കാനും ഒന്നും പറ്റാണ്ട് ജനിച്ചൊരു കുഞ്ഞിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ അനുഭവിച്ച വേദനകളും അവൻ ലൈഫിൽ വന്നപ്പോൾ അനുഭവിച്ച സന്തോഷവുമാണ് എനിക്കിങ്ങനൊരു സ്ഥാപനം തുടങ്ങണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിൽ വരാൻ കാരണമായത്. അത് ആരംഭിക്കുമ്പോഴാണെങ്കിൽ സ്വപ്നങ്ങൾ മാത്രമേ കയ്യിലുള്ളൂ, 5 രൂപ കയ്യിലില്ല. അങ്ങനെ ഞാൻ ഏറ്റവും ആദ്യമായിട്ട് കാണുന്നത് എന്നെ പഠിപ്പിച്ച MK രാമകൃഷ്ണൻ മാസ്റ്ററെയാണ്. ചിന്മയൻ്റെ ആചാര്യനാണ് അദ്ദേഹമാണ്. കണ്ണൂരിലുള്ള 5 സുമനസ്കരായ വ്യക്തികളെ കൂട്ടി ഇണക്കി തന്നിട്ട് അവർ തന്ന 10,000 രൂപ വീതം 5 പേരുടെ പൈസ കൊണ്ട് ഒരു വാടക കെട്ടിടത്തിൽ ആരംഭിച്ച വിദ്യാലയമാണിത്. 14 കുട്ടികളും 4 ജീവനക്കാരുമായിട്ട് ആരംഭിച്ച ശാന്തിദീപത്തിൽ ഇന്നിപ്പോൾ 130ഓളം കുട്ടികൾ, 24 ജീവനക്കാർ അങ്ങനെയുണ്ട്. ഈ 20 വർഷത്തിലേക്ക് നമ്മൾ പദമൂന്നി നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓർമ്മയിലും താലോലിക്കാനൊക്കെ ഒരുപാട് നല്ല കാര്യങ്ങളുമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സ്പെഷ്യൽ ഒളിമ്പിക്സിൽ 2016 വേൾഡ് സമ്മർ ഗെയിംസ് അമേരിക്കയിലെ ലോസ് ആഞ്ചലസിൽ വെച്ച് നടന്നതിൽ ശാന്തിദീപത്തിലെ 2 കുട്ടികളാണ് ഇന്ത്യക്ക് വേണ്ടി വെള്ളി മെഡൽ നേടിയതിൽ ഉണ്ടായിരുന്നത്. അതൊരു വലിയൊരു അച്ചീവ്മെൻ്റാണ്. അതുപോലെ തന്നെ മറ്റൊരു അച്ചീവ്മെൻ്റായിട്ട് പറയുന്നത് ഇവിടെയുള്ള 5 കുട്ടികൾ വിവാഹിതരായി ഇപ്പോൾ കുടുംബജീവിതം നയിക്കുന്നുണ്ട്. 2 പേർക്ക് മക്കളുണ്ട്. ആ വശങ്ങൾ വരുമ്പം തന്നെ ഈ ശാന്തിദീപത്തിലേക്കുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അത് ഹോം ബേസ്ഡ് പ്രോഗ്രാമും ഒരുപാട് നമ്മൾ വൈഡായിട്ടാണ് ചെയ്യുന്നത്. കുട്ടികളിലേക്കും അവരുടെ രക്ഷിതാക്കളിലേക്കും ഒക്കെ ഇറങ്ങിച്ചെന്ന് പ്രവർത്തിക്കുന്ന ആ ഒരു കാര്യത്തിൻ്റെ പേരിൽ തന്നെ 2016 കേരള ഗവൺമെൻറ്റിൻ്റെ ശ്രേഷ്ഠ വനിതാ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. എനിക്ക് ഈ കഴിഞ്ഞ വർഷത്തിൽ സമം പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. 16 തന്നെ സംസ്ഥാന തലത്തിലെ ബെസ്റ്റ് പേരൻ്റ് അവാർഡ്, ഐക്കോണിക് വുമൺ അവാർഡ്, ജൂനിയർ മദർ തെരേസ, ഇങ്ങനെ നിരവധി പറഞ്ഞിട്ട് ഓർത്തു വെക്കാൻ വയ്യ എന്ന് പറയാം. ഇത്രയേറെ അവാർഡുകൾ തേടി വന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം തന്നെ ശാന്തിദീപത്തിലുള്ള ടീച്ചർമാരുടെയും എല്ലാ സ്റ്റാഫിൻ്റെയും അത്രയും ഇതായിട്ടുള്ള ഹൃദയപൂർവ്വമുള്ളൊരു പ്രവർത്തനത്തിൻ്റെ റിസൾട്ടാണ്. അതേ മുതലിപ്പോൾ ലേറ്റസ്റ്റ് നമുക്ക് വന്നിരിക്കുന്ന ഒരു അവാർഡെന്ന് പറയുന്നതും ഭിന്നശേഷി മേഖലയിൽ സൗത്ത് ഇന്ത്യയിൽ വെച്ചിട്ട് മികച്ച പ്രവർത്തനം കാഴ്ചവെച്ചതിന് NS ഹേമ ഫൗണ്ടേഷൻ്റെ ഒരു അവാർഡ് കൂടി നമുക്ക് വന്നിട്ടുണ്ട്. ഇപ്പോൾ സാമ്പത്തികമായിട്ട് ഒരുപാട് പരാധീനതയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. സർക്കാർ തലത്തിൽ വരുമ്പോൾ സഹായധനം എന്ന് പറയുന്നത് 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് മാത്രം അവർ പഠിപ്പിക്കുന്ന അധ്യാപകർക്കുമാണ്. അപ്പം നമുക്കതിൽ മേലേക്ക് വരുന്നത് 100ഓളം കുട്ടികൾ അതിൽ മേലെ വരുന്നുണ്ട്. അപ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് പറയുന്നത് വലിയൊരു ഇതാണ്. അത്രയും നമ്മൾക്ക് എങ്ങനെയൊക്കെ ഹാർഡ് വർക്ക് ചെയ്താലും ആവുന്നില്ല. പക്ഷേ സമൂഹം കൂടെ നിൽക്കുന്നത് കൊണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ട്. ഭക്ഷണ ചെലവിനുമൊക്കെ എന്ന സപ്പോർട്ട് കിട്ടുമ്പോഴും അതുകൊണ്ട് നമുക്കൊരിക്കലും തികയില്ല. പബ്ലിക്കിൽ നിന്ന് ഒരുപാട് പേര് അവരുടെ വിവാഹ വാർഷികം, ചരമവാർഷികം, ജന്മദിനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കുഞ്ഞുങ്ങളോടൊപ്പം ആഘോഷിക്കാൻ വരുന്നതും ഒക്കെ നമുക്ക് പിടിച്ചു നിൽക്കാനുള്ളൊരു കഴിവാവുന്നുണ്ട്. എങ്കിലും ഇൻഫ്രാസ്ട്രക്ചറായി വന്നപ്പോഴും ശാന്തിദീപത്തിൻ്റെ ദൈനംദിന ചെലവുകൾ വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കായിട്ട് നിൽക്കുകയാണ്. ഇതിനു വേണ്ടിയും നമ്മൾ പബ്ലിക്കിനോടാണ് വീണ്ടും കൈനീട്ടുന്നത്. ഒരുപാട് ആവശ്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു ആവശ്യങ്ങൾ ഞങ്ങളുടെ മുന്നിലുണ്ട്. നിങ്ങൾ ഇത് കാണുമ്പോൾ ഞങ്ങളോടൊപ്പം കൂടണം, ഞങ്ങളോട് കൈകോർക്കാമെന്ന് തോന്നുകയാണെങ്കിൽ ഇതിൽ ശാന്തിദീപത്തിൻ്റെ അഡ്രസ്സും കാര്യങ്ങളും വെക്കുന്നുണ്ട്. എല്ലാവരും കൂടെ നിൽക്കുന്ന തന്നെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തട്ടെ. ഇത് എൻ്റെ മകൻ ബ്രയൻ ലവാനാണ്. ഇവൻ ചെറുതിലെ കുറച്ച് ഇങ്ങനെ ഭിന്നശേഷിൻ്റെ ആയിരുന്നു. ഞങ്ങൾ ചെറുത് തുടങ്ങിയിട്ട് 17 വയസ്സ് വരെ ബോംബെയിലായിരുന്നു. അതിനുശേഷം ഇവിടെ 18ാമത്തെ വയസ്സിലാണ് നാട്ടിലേക്ക് വന്നത്. അപ്പോൾ നാട്ടിലേക്ക് വന്നതിന് ശേഷം
അവന് കുറച്ച് പ്രയാസമെല്ലാം ഉണ്ടായിരുന്നു വീട്ടിൽ തന്നെ ഇരുന്നിട്ട്. അപ്പോൾ ഞങ്ങൾ ഒരു സ്പെഷ്യൽ സ്കൂളിലേക്ക് അയച്ച്. അവിടെ പോയ സമയത്ത് അവന് ഭയങ്കര കരച്ചിലായിരുന്നു. ഇങ്ങോട്ടേക്ക് പിന്നെ പോകാനൊന്നും തയ്യാറായിട്ടില്ല. അപ്പം ഞങ്ങളങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുന്ന സമയത്തായിരുന്നു ഇവൻ്റെ അബാക്കസ് ക്ലാസ്സിലേക്ക് ഞങ്ങൾ ഇവനെ ചേർത്ത്. ആ സമയത്ത് ഞങ്ങൾക്ക് ജഡാനി ടീച്ചറെ മോളെയും അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ അവിടെ വെച്ചിട്ടാണ് ഞങ്ങൾ ടീച്ചറെ കാണാനും പരിചയപ്പെടാനും അവർ മുഖാന്തരം ഇങ്ങനെ ഈ ശാന്തിദീപം സ്പെഷ്യൽ സ്കൂളിലേക്ക് വന്ന് നോക്കുമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിവിടെ വരാനും ഇടയായത്. അങ്ങനെ വന്ന് അന്നേരം ഇവിടെ വന്ന ശേഷം പിന്നെ അവൻ അങ്ങനെയുള്ള പ്രയാസവും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇവിടെ വന്ന് ഇവിടുത്തെ സ്കൂളിലുള്ള പരിശീലനവും അവരെ എല്ലാ രീതികളും അവന് സന്തോഷമുള്ളതാക്കി. എല്ലാം മറ്റുള്ളവരുടെ കുട്ടികളുടെ കൂടെ എല്ലാം ഇടപെട്ട് അതിനുശേഷമാണ് 2015 അവന് ലോസ് ആഞ്ചലസ് പോകാനുള്ള ഒരു ഇത് കിട്ടിയത്. അവിടെ പോയിട്ട് അവന് സ്പെഷ്യൽ ഒളിമ്പിക്സിൽ സിൽവർ മെഡൽ കിട്ടി. അത് ഈ സ്കൂളിലുള്ള ടീച്ചറും അവരെയുള്ള എല്ലാ സ്റ്റാഫുകളുടെയും പ്രയത്നഫലം കൊണ്ടാണ് ഇവന് അത് കിട്ടിയത്. ഇവൻ്റെ സ്വഭാവത്തിൽ തന്നെ കുറേ വ്യത്യാസങ്ങൾ വന്നു. പണ്ടുണ്ടായിരുന്ന കുട്ടിയേ ഇല്ല ഇപ്പം. അതിനുശേഷം അവന് അവിടെ തന്നെ ജോലി കൊടുത്ത് അവനവിടെ ഇപ്പോൾ സന്തോഷത്തോടെ പോവും വരും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് ഈ സ്കൂളിൽ കിട്ടിയത് വന്ന് വലിയ സന്തോഷം.